UPSC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തിരുവനന്തപുരം സ്വദേശി ശ്രീജ ജയസിന്റെ സന്തോഷം അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് പരസ്യമായി ഈ പെൺകുട്ടി പറയുന്നത്. പ്രാർത്ഥന മനസ്സിനെ ഏകാഗ്രമാക്കും, ലക്ഷ്യബോധമുണ്ടാക്കും, ഉന്നത വിജയം നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും. ഈ പെൺകുട്ടിയുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ നോമ്പ് നടക്കുന്ന സമയമാണ്, ജപമാലയുണ്ട്, അത് ഒരു വലിയ വിശ്വാസമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു സംഭവം. എന്റെ അമ്മയും അച്ഛനും പള്ളിയിലുള്ള ഒത്തിരി ആൾക്കാര് എപ്പോഴും പ്രാർത്ഥിക്കും, കുർബാനയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ എന്റെ കയ്യിൽ കൊന്തയുണ്ട്, അപ്പം ഞാൻ കൊന്തയെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു കൊന്തയൊക്കെ പറഞ്ഞ് ഞാൻ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സാമ്പത്തിക പരാധീനതയുള്ള മാതാപിതാക്കളുടെ ദൃഢനിശ്ചയം കൂടിയായിരുന്നു ഈ പെൺകുട്ടിയുടെ വിജയം. IFS ആയിരുന്നു ലക്ഷ്യം. കൂലിപ്പണിക്കാരനായ പിതാവ് രാവിലെ സൈക്കിളിൽ ആറ്റിങ്ങലേക്ക് പോകും, എന്തു ജോലിയും ചെയ്യും. ശ്രീജയുടെ അച്ഛൻ ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. കെട്ടുതാലി ഉൾപ്പെടെ പണയം വെച്ച് കാർഷിക ലോൺ എടുത്തു. ഭാര്യ കുടുംബശ്രീയിൽ നിന്നും പൈസ എടുത്തു. പഠിക്കാൻ കെട്ടിവെക്കാൻ 10,000 രൂപ ആവശ്യം വന്നപ്പോൾ അത് പലിശയ്ക്ക് പണമെടുത്തു. ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിൽ വലിയൊരു വിജയം. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച ശ്രീജയുടെ വിജയം. ശ്രീജയുടെ പിതാവിന് വലിയ വിശ്വാസമുണ്ടായിരുന്നു. കുട്ടികൾ പഠിക്കണം, അവരുടെ സ്വപ്നത്തിന് പിന്നിൽ നാം ഉറച്ചു നിൽക്കണം എന്ന്. ഒരു ചെറിയ പൈസ പോലും മിച്ചം വെച്ചാൽ അത് മക്കളുടെ പഠനത്തിന് ഉപയോഗിക്കാം എന്ന് അദ്ദേഹം കരുതിയിരുന്നു. കിട്ടുന്ന പൈസ എല്ലാം മക്കൾക്ക് വേണ്ടി ഭാര്യയെ ഏൽപ്പിച്ചു. അവൾ അത് കൃത്യമായി മാനേജ് ചെയ്തു. കുടുംബം മുഴുവൻ സാഹചര്യം മനസ്സിലാക്കി കൂടെ നിന്നു. അതാണ് ഈ വിജയത്തിന്റെ പിന്നിൽ. ശ്രീജയുടെ കുടുംബത്തിന്റെ കഥയിൽ മറ്റൊരു ശക്തിയും കാണാം, ദൈവവിശ്വാസം. പഠനത്തിനൊപ്പം പ്രാർത്ഥനയുടെ കരുത്തും കൃപയുടെ വഴികളും തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നു. കഠിനമായ സാഹചര്യങ്ങളിൽ പോലും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി.